ഹായ് ചങ്കളെ, നമസ്കാരം. എറണാകുളം ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ അവിടെ ഉള്ള ഒരു കടല വിൽപ്പനക്കാരൻ്റെ കപ്പലണ്ടി വിൽപ്പനക്കാരൻ്റെ അടുത്ത് നിന്ന് ഞാൻ കടല വാങ്ങി, കപ്പലണ്ടി വാങ്ങി, ഒരു പൊതി വാങ്ങി, അങ്ങനെ റെയിൽപ്പാളത്തിൽ വന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വൈകുന്നേര സമയം, നല്ല കാലാവസ്ഥ, നല്ല ഒരു കാറ്റും, അതുപോലെ തന്നെ റെയിൽപ്പാളൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു ഏരിയ. തൊട്ടടുത്ത പാളങ്ങളിലൂടെയൊക്കെ ട്രെയിൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില ട്രെയിനുകൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഈ കടല കുറച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒന്ന് രണ്ട് പ്രാവുകൾ എൻ്റെ മുന്നിലെത്തിയത്. അവർക്ക് ഞാൻ ഓരോ കടലമണികളായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് കൂട്ടത്തോടെ കുറേ പ്രാവുകൾ എൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും നേരത്തേക്ക് കുറേ കടലമണികൾ ഇട്ട് കൊടുത്തു. അവരത് തിന്ന് എൻ്റെ അടുത്തെത്തി. ഞാനപ്പോൾ കൈ കാണിച്ചു കൊടുത്തു. കയ്യിൽ ആ കടല വെച്ച്, ആ കപ്പലണ്ടി അങ്ങനെ വെച്ച് ഞാനത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ വളരെ സ്വാതന്ത്ര്യത്തോടെ, എന്നെ വിശ്വാസത്തോടെ അവരുടെ കയ്യിൽ വന്നിരിക്കുക, അത് കൊത്തിത്തിന്നൊക്കെ തുടങ്ങി, എൻ്റെ മടിയിൽ കൊതിക്കാനൊക്കെ തുടങ്ങി. ഞാൻ അവരെ ശരിക്കും അവർക്ക് വളരെ സ്വാതന്ത്ര്യം കൊടുത്ത് തന്നെയാണ് ഞാൻ ആ കടലയും കൊടുത്തത്. വലിയ സന്തോഷം തോന്നി. ആദ്യം ഒരു പൊതി വാങ്ങി, പിന്നെ 2 പൊതി വാങ്ങി, പിന്നെ 3 പൊതി വാങ്ങി, 4-5 പൊതികൾ വാങ്ങിയിട്ട് ഞാൻ പരമാവധി അവരൊപ്പം സന്തോഷത്തോടെ കുറേ സമയം ചെലവിട്ടു. ഭയങ്കര സ്നേഹത്തോടെ, അല്ലെങ്കിൽ നമ്മളെ വിശ്വാസത്തോടെ അവർ വന്നിരിക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷം. എന്നെ സംബന്ധിച്ച് വിശ്വസിക്കുന്നവരെ ചതിക്കരുതെന്ന് തന്നെയാണ് ഞാനെപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്. അവനോട് ആരെയും ചതിക്കാൻ ശ്രമിക്കാറില്ല. നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ നടക്കുന്നവർ, നമ്മളെ വിശ്വസിച്ച് നമ്മളെ ചേർത്ത് പിടിക്കുന്നവർ, അവരെ നമ്മൾ ഒരിക്കലും ചതിക്കാൻ പാടില്ല. എന്നാൽ നമ്മൾ കൊണ്ടു നടക്കുന്ന എല്ലാവരും നമ്മളെ വിശ്വസിക്കണമെന്നില്ല. കാരണം നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് അവരോട് ഇടപെട്ടാലും, അവരുടെ കാര്യങ്ങളിൽ ഒപ്പം നിന്നാലും അവർ നമ്മളെ വിശ്വസിക്കില്ല. അവരെപ്പോഴും നമ്മളറിയാത്തൊരു കണ്ണുകൊണ്ട് നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. സത്യം പറയണമെങ്കിൽ അത്തരം സ്നേഹം, അത്തരം സൗഹൃദങ്ങളൊന്നും നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ്. കാരണം നമ്മൾ നമ്മുടെ ജീവൻ പോലും പറിച്ച് അവർക്ക് കൊടുക്കാം എന്ന് ആഗ്രഹിക്കുന്നവരാവും. പക്ഷെ അത് മനസ്സിലാക്കാതെ എപ്പോഴും ഒരു ഓട്ടക്കണ്ണുകൊണ്ട് നമ്മളെ അവിശ്വസത്തോടുകൂടി മാത്രം നിരീക്ഷിക്കുന്ന ആളുകളായിരിക്കും. അത്തരം സൗഹൃദമൊന്നും ശരിക്കും നമുക്ക് ആവശ്യമില്ല. നമ്മളെപ്പോഴും നമ്മളെ വിശ്വസിക്കുന്ന സൗഹൃദങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ കളയും, അവർക്ക് വേണ്ടി സമയം കളയും, അതൊക്കെ ചെയ്യും. ഈ പക്ഷികൾ കണ്ടില്ല, ഈ പ്രാവുകൾ എന്നെ എത്രത്തോളം വിശ്വസിച്ചിട്ടുണ്ട്. അവർ ചതിക്കില്ലെന്ന് അവർക്ക് ഉറപ്പാണ്.